ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഇസഡ് ഫോൾഡ് 8ൻ്റെ 5 ഇഷ്ടപ്പെട്ട ഫീച്ചേഴ്സും 5 ഇഷ്ടപ്പെടാത്ത ഫീച്ചേഴ്സുമാണ് കേട്ടോ. ഞാൻ ഇതിപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 വീക്കായി ആൻഡ് ദിസ് ഈസ് എൻ ഓണസ്റ്റ് റിവ്യൂ. ആദ്യം തന്നെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ. ആസ് ആൻ ഐഫോൺ യൂസർ ആൻഡ്രോയിഡിൽ വന്നപ്പോഴാണ് നമുക്ക് ഇത്രമാത്രം ഫോൺ കസ്റ്റമൈസ് ചെയ്ത് വിജിറ്റ്സ് ആണെങ്കിലും അല്ലെങ്കിൽ സ്ക്രീൻ കസ്റ്റമൈസേഷൻ ആണെങ്കിലും റിംഗ് ടോൺ ഇത്രമാത്രം ചേഞ്ച് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങൾ ഈ ഫോൺ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതും ഈ പാസ്പോർട്ട് സൈസ് ഇതിൽ കാണാൻ എന്ത് രസമാണെന്നറിയോ. ഇപ്പോൾ എൻ്റെ ഈ സ്ക്രീൻ കണ്ടില്ലേ, രസമാണത് കാണാൻ. സെക്കൻഡ് ഈസ് ഇതിൽ യൂട്യൂബ് അല്ല നെറ്റ്ഫ്ലിക്സ് കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് പൊളിയാണ്. തേർഡ് ഈസ് റീഡിങ്. ഇതിൽ റീഡ് ചെയ്യാൻ അതിപ്പം ഇങ്ങനെ ഫുൾ സ്ക്രീൻ ആക്കേണ്ടത് ഇതിൽ റീഡ് ചെയ്താലും സംഭവം അടിപൊളിയാണ്. ഫോർത്ത് ഈസ് എഡിറ്റിംഗ്. ഞാൻ എൻ്റെ ഇപ്പോഴത്തെ എല്ലാ വീഡിയോസും എഡിറ്റ് ചെയ്യുന്നത് ഇതിലാണ്. ബേസിക്കലി ഇതിൽ കട്ട് ചെയ്യാൻ, അതായത് ഇത് തുറന്നിട്ട് നമുക്ക് കട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ക്യാപ് കട്ട് ഇതിൻ്റെ അകത്ത് അടിപൊളിയാണ്. ഫിഫ്ത്ത് ഈസ് ബാറ്ററി പവർ. പുത്തനായതുകൊണ്ടാണെന്ന് അറിയത്തില്ല, ഇപ്പം ഏകദേശം സൂപ്പറായിട്ട് ബാറ്ററി നിൽക്കുന്നുണ്ട്. ഇന്ന് ഫുൾ ഡേ ഞാൻ യൂസ് ചെയ്തിട്ടും 22% ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഇനിയും 5 തിങ്സ് ദാറ്റ് ഐ ഡോണ്ട് ലൈക്ക് അബൌട്ട്. ആദ്യം തന്നെ ഇതിൻ്റെ ക്യാമറയാണ്. ഐഫോണുമായിട്ട് ഇത് നമുക്ക് കമ്പയർ ചെയ്യാനേ പറ്റുന്നില്ല. ഇതിന് മുമ്പ് 16 Pro ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ടെലിഫോട്ടോ സൂം ആണെങ്കിലും ഇത്രയും രൂപ കൊടുക്കുമ്പോൾ അതൊക്കെ അവർക്ക് ആഡ് ചെയ്യായിരുന്നു. പിന്നെ ഇതിൽ ഈ സ്മോൾ സ്ക്രീനിൽ ടൈപ്പ് ചെയ്യുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. മേ ബി ബിക്കോസ് ഐ ഹാവ് ബിഗ് ഹാൻഡ്സ്, ബട്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. ഇങ്ങനെ തുറന്ന് ടൈപ്പ് ചെയ്യുമ്പം ഈ സാധനം അടിപൊളിയാണ്. ഈ സ്ക്രീനിൽ ടൈപ്പ് ചെയ്യുന്നത് എനിക്കിഷ്ടമില്ല. പണ്ട് ബ്ലൂബെറി തമ്പ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. ഈ ഒരു മോഡലായിരുന്നല്ലോ ബ്ലൂബെറി ഫോൺസുകൾ. അപ്പോൾ അതിലിങ്ങനെ ടൈപ്പ് ചെയ്തവർക്ക് ഇവിടെ ഒരു തമ്പിൻ്റെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ആ സെയിം സാധനം തന്നെ ഇതിലും വരാൻ ചാൻസ് ഉണ്ട് വലിയ ഹാൻഡ്സ് ഉള്ളവർക്ക്. തേർഡ് ഈസ് ആപ്പ് എക്സ്പീരിയൻസ് ആണ്. തേർഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ആപ്പൊക്കെ ഇവർ ഇതിന് ഫോൾഡിന് വേണ്ടിയുള്ള രീതിയിലെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഇൻസ്റ്റഗ്രാമൊക്കെ ആണെങ്കിലും അവർക്ക് ഇച്ചിരി കൂടി ഇമ്പ്രൂവ് ചെയ്യായിരുന്നു. ഫോർത്ത് ഈസ് ഷാർപ്പ് എഡ്ജസ് കേട്ടോ. ഈ ഷാർപ്പ് എഡ്ജസ് വരുമ്പോഴത്തേക്ക് നമുക്ക് അത്ര ഒരു സുഖം തോന്നില്ല. ഇവിടെ ഇപ്പം ഞാൻ ഈ കവർ ഇട്ടിട്ട് ഈ ഭാഗം എനിക്ക് ഓക്കെ ആയിപ്പോയി, പക്ഷെ ഇവിടെ എപ്പോഴും ഷാർപ്പ് എഡ്ജസ് ആണ്. ഞാൻ അതുകൊണ്ട് വേറൊരു കവർ ഓർഡർ ചെയ്തിട്ടുണ്ട്. സോ ആ ഇഷ്യൂ ആ ഫോണിൻ്റെ കവർ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ റിസോൾവ് ആവുമായിരിക്കും. ഫിഫ്ത്ത് ഈസ് ഫിംഗർ പ്രിൻറ്റ് റീഡർ. അതായത് ഐഫോണിലൊക്കെ നമുക്ക് ഫേസ് റെക്കഗ്നിഷൻ കൊണ്ട് പേയ്മെൻറ്റ് നടത്താമായിരുന്നു. ചടയിൽ ഫേസ് കാണിക്കുക, പേയ്മെൻറ്റ് നടത്തുക. അത് രാത്രിയിലാണെങ്കിലും അത് വർക്ക് ചെയ്യുമായിരുന്നു. പക്ഷേ ഇതിൽ അതില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. കാരണം ഇനിയിപ്പം ഇതൊരു പണ്ടത്തെ ഒരു ഇതാണ്, ഫിംഗർ പ്രിൻറ്റ് റീഡിങ് നമ്മളിങ്ങനെ കൈ കൊടുത്ത് പിന്നെ പേയ്മെൻറ്റ് നടത്തി. ഞാൻ യൂസ്ഡ് ആയിട്ടില്ല, സോ അതെനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. അതാണ് 5 ചെറിയ കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെടാത്തത്. അല്ലെങ്കിൽ ഐ ലവ് ദിസ് ഫോൺസ്. സോ ദാറ്റ്സ് മൈ 5 തിങ്സ്. ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദ വീഡിയോ. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.